കഴിഞ്ഞ വീഡിയോയിൽ ടെസ്റ്റ് മേക്കർ ആപ്പിൻ്റെ ബേസിക് സെറ്റിങ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ വീഡിയോയിൽ ടെസ്റ്റ് മേക്കർ ആപ്പ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമ്പോൾ ചെയ്യേണ്ട കുറച്ച് സെറ്റിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യേണ്ട വർക്ക് ബുക്ക് എടുക്കുക, സ്റ്റാർട്ട് ആൻസറിങ് കൊടുക്കുക. ഇൻപുട്ട് റാൻഡം ഓർഡറൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നായിരുന്നു. സ്റ്റാർട്ട് ആൻസറിങ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആർട്ട് വർക്കിന് ഉപയോഗിക്കുന്ന ചോദ്യങ്ങളിലേക്ക് ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല. ഉത്തരം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിങ്ങൾക്കിതിൽ എക്സ്പ്ലനേഷൻ തരുന്നതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് നോക്കി പഠിക്കാവുന്നതാണ്. നെക്സ്റ്റ് കൊടുക്കുക. ഇത് കുറച്ച് സ്കെയിൽസിലെ ചോദ്യങ്ങളാണ്. ഓക്കെ. ചിസൽ അടിച്ച് പെൻസിലിൽ സോൾവ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഉത്തരം ശരിയായാലും തെറ്റായാലും എക്സ്പ്ലനേഷൻ കാണുന്ന രീതിയിൽ ഒരു സെറ്റിങ്സ് ഉണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചിലർക്ക് ഉത്തരം ശരിയാക്കിയാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്ന രീതിയിലായിരിക്കും സെറ്റിങ്സ് ഉള്ളത്. അത് മാറ്റുന്നതിനായി സെറ്റിങ്സിൽ പോവുക, അപ്പിയറൻസിൽ പോവുക, ഓൾവേസ് ഷോ എക്സ്പ്ലനേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിനാൽ നിങ്ങൾക്ക് ഉത്തരം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എക്സ്പ്ലനേഷൻ കാണിച്ചു തരുന്നതായിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചില ചോദ്യങ്ങളുടെ താഴെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം അറിയില്ല, തെറ്റാണ് എങ്കിൽ എന്ത് ചെയ്യുക? സ്റ്റാർ ചെയ്ത് വെക്കുക, നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? തെറ്റിയ ചോദ്യങ്ങൾ ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരുന്നതാണ്. അറിയാത്ത തെറ്റിയ ചോദ്യങ്ങൾ മുഴുവൻ സ്റ്റാർ ചെയ്ത് വെക്കുക. അതിനുശേഷം വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫൈനൽ ആൻസേഴ്സ് കാണിച്ചു തരുന്നതായിരിക്കും. ഇതിനുശേഷം വീണ്ടും നിങ്ങൾ സ്റ്റാർട്ട് ആൻസറിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ ഫിൽറ്റർ വരുന്ന ഓപ്ഷനിൽ ഫേവറേറ്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഈ ഫേവറേറ്റ് വരുന്ന ഓപ്ഷൻസ് ആണ് നിങ്ങൾ സ്റ്റാർ ചെയ്ത് വെച്ച ഓപ്ഷൻസ്. നിങ്ങൾക്ക് സംശയമുള്ള അല്ലെങ്കിൽ അറിയാത്ത ചോദ്യങ്ങൾ അല്ലെങ്കിൽ തെറ്റിച്ച ചോദ്യങ്ങൾ. ഇനി ഇത് മാത്രം പ്രാക്ടീസ് ചെയ്യുന്നതിനായി ഫിൽറ്റർ ഓപ്ഷനിൽ പോവുക. അതിൽ ഏറ്റവും എൻഡിലായിട്ട് ഫേവറേറ്റ് ഉണ്ട്. ഫേവറേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് സ്റ്റാർട്ട് ആൻസറിങ് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് സംശയമുള്ള ചോദ്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. 50 ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 ചോദ്യം അറിയാം, 20 ചോദ്യം അറിയില്ല. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഈ 20 ചോദ്യം മാത്രം പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ സ്റ്റാർ ചെയ്ത് വെച്ച 4 ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ 4-ൽ 4 തെറ്റി. ഞാൻ ജസ്റ്റ് വെറുതെ ഡെമോയ്ക്ക് വേണ്ടി കാണിച്ചാണ്. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ വീണ്ടും ഞാൻ ബാക്ക് എടുക്കുന്നുണ്ട്. ഈ വർക്ക് ബുക്ക് എടുക്കുമ്പോൾ ഈ വർക്ക് ബുക്കിൽ 4 ചോദ്യങ്ങൾ മാത്രം ആണുള്ളത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഫിൽറ്റർ ഓപ്ഷനിൽ ഫേവറേറ്റ്സ് കൊടുത്തു വെച്ചത് കൊണ്ടാണ്. മനസ്സിലായെന്ന് ചോദിക്കുന്നു. ഇപ്പം 4 ചോദ്യങ്ങൾ പകരം നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും കാണുന്നതിന് വേണ്ടി മുകളിൽ കാണുന്ന സെർച്ച് ബോക്സിൻ്റെ അപ്പുറത്ത് ഒരു റെഡ് ഡോട്ട് എല്ലാവരും കാണുന്നുണ്ട് വിചാരിക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫേവറേറ്റ് എന്ന ഓപ്ഷൻ ഓഫ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ബുക്കിൽ ഉണ്ടായിരുന്ന എല്ലാ ചോദ്യങ്ങളും കാണാവുന്നതാണ്. കൂടാതെ വീണ്ടും നിങ്ങൾക്ക് ഒരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഡൗട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് പഠിക്കേണ്ടതെങ്കിൽ വീണ്ടും മുകളിൽ കാണുന്ന ഫിൽറ്റർ ഓപ്ഷനിൽ പോവുക, സെർച്ച് ബോക്സിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഐക്കൺ, എന്നിട്ട് ഫേവറേറ്റ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയമുള്ള ചോദ്യങ്ങൾ മാത്രം കാണാവുന്നതാണ്. ഇത് മാത്രം നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ്. ഈ സെറ്റിങ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ ശബ്ദം ബുദ്ധിമുട്ടുള്ളവർക്ക് സെറ്റിങ്സിൽ പോവുക. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ സെറ്റിങ്സിൽ പോവുക, ആൻസർ സെറ്റിങ്സ്. ഓക്കെ, നമ്മൾ ആൻസർ ചെയ്യുന്നതിനിടയിൽ ശബ്ദം വേണം വേണ്ട എന്നുള്ളവർക്ക് അതിൻ്റെ സെറ്റിങ്സ് മാറ്റാവുന്നതാണ്. അതിനുവേണ്ടി സെറ്റിങ്സിൽ പോവുക, സൗണ്ട് എന്ന ഓപ്ഷനിൽ പോയി പ്ലേ സൗണ്ട് എന്ന ഓപ്ഷൻ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ആവശ്യം പോലെ ചെയ്യുക. ഇത്രയൊക്കെയാണ് ഇതിൽ ബേസിക് സെറ്റിങ്സ്. പിന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതിയാകും. അതിനുള്ള എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. താങ്ക് യു.